അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വിശ്വാസികൾക്കിടയിലുള്ള രണ്ട് ധാരകൾ തമ്മിലുള്ള ഒരു ചെറിയ തർക്കത്തെക്കുറിച്ചാണ്. വിമർശിക്കുന്നവർ മാത്രമല്ല, വിശ്വാസത്തിനകത്തിരിക്കുന്നവർ തമ്മിൽ തന്നെയും തർക്കത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒരു ഭാഗത്ത് ഖുർആൻ സമ്പൂർണ്ണമാണ്, സമഗ്രമാണ് എന്ന് പറയുമ്പോഴും, ഖുർആനാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ആധികാരികമായ ഗ്രന്ഥം, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രമാണം എന്ന് പറയുമ്പോഴും, ഖുർആൻ അപൂർണമാണ് എന്ന് അവർ തന്നെ പറയാതെ പറഞ്ഞ് സമ്മതിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്കിടയിൽ അല്ലെങ്കിൽ വിശ്വാസികൾക്കിടയിലുള്ള ഒരു വിഭാഗമാണ് ഖുർആൻ മാത്രം, അല്ലെങ്കിൽ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന, ഖുർആൻ മാത്രം അംഗീകരിക്കുന്ന, എന്നാൽ ഹദീസുകളിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് വിചാരിക്കുന്ന, ഹദീസുകളെ പ്രമാണമായി അംഗീകരിക്കാത്ത, ഹദീസ് നിഷേധിക്കുന്ന ഒരു പ്രവണതയുള്ള ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്ത് വിശ്വാസികൾക്കിടയിൽ വളരെ സജീവമായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ അത് നിരവധിയായിട്ടുള്ള ഗ്രൂപ്പുകളായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഖുർആൻ സുന്നത്ത് സൊസൈറ്റി, നമ്മുടെ ചേകനൂർ മൗലവിയൊക്കെ ആ ആശയക്കാരനായിരുന്നു അതിൻ്റെ ആദ്യഘട്ടത്തിൽ എന്ന് പറയാം. അപ്പം എന്താണ് ഇത്തരത്തിലുള്ള ഹദീസ് നിഷേധത്തിലേക്കുള്ള കാരണങ്ങൾ? പ്രധാനമായിട്ട് ഹദീസിലാണ് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നമ്മൾ വിമർശിക്കുന്ന കഥകളിലെ വിശദാംശങ്ങൾ ഏറിയ കൂറുള്ളത്. ഖുർആനിലുള്ള വർഗീയ പരാമർശങ്ങൾ, ഖുർആനിലുള്ള സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ, ഖുർആനിലുള്ള മതവിരുദ്ധ മീൻസ് അസഹിഷ്ണുത നിറഞ്ഞ വാക്കുകൾ, അക്രമത്തിനെ പ്രേരിപ്പിക്കുന്ന വചനങ്ങൾ, ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളും ഇതിൻ്റെയൊക്കെ ചരിത്ര സംഭവങ്ങളും എഴുതി വെക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥ സമുച്ചയമാണ് ഹദീസുകൾ. അപ്പോൾ പല ആളുകളും ഹദീസ് നിഷേധിക്കുന്നത് ഹദീസിലുള്ള അത്തരം ഒരു തരത്തിലും മനുഷ്യന്മാരോട് ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇതൊക്കെ ഇസ്ലാമിൻ്റെ പ്രമാണമാണ് എന്ന് പറയാൻ നാണക്കേടുള്ളത് കൊണ്ട് ആണ് ഒരു വിഭാഗം ആളുകൾ അത് അംഗീകരിക്കാത്തത്. കാരണം അവരുടെ മൊറാലിറ്റിക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ഹദീസിൽ കാണുമ്പോൾ ഹദീസിനെ അംഗീകരിക്കാൻ കഴിയാതിരിക്കുക എന്നൊരു സാഹചര്യം ഉണ്ടാവും. അതേ സമയത്ത് അവർ ദൈവത്തെയും അള്ളാഹുവിനെയും പ്രവാചകനെയും നിരാകരിക്കാൻ തയ്യാറുമല്ല. അത്തരം ആളുകൾ കണ്ടെത്തുന്ന ഒരു എളുപ്പപ്പണിയാണ് ഹദീസിനെ നിഷേധിക്കുക. ഹദീസിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഹദീസിൽ പറയുന്നതിൽ നിന്നെല്ലാം മുക്തമാകും, ഹദീസിൽ പറയുന്ന കഥകൾക്കൊന്നും ഉത്തരവാദിത്തം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഹദീസിൽ എഴുതി വെക്കപ്പെട്ട വൃത്തികേടുകളിൽ നിന്ന് പ്രവാചകനെ രക്ഷിക്കാം, അതുവഴി അള്ളാഹുവിനെയും ഖുർആനെയും രക്ഷിക്കാം. ഏറ്റവും ചുരുങ്ങിയത് അവനവൻ്റെ ഉള്ളിലുള്ള വിശ്വാസത്തിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു അവസാനവട്ട പരിശ്രമം നടത്തി നോക്കാം എന്നതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ ഹദീസ് നിഷേധിക്കുന്നതിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഹദീസ് നിഷേധിച്ചാൽ പിന്നെ ഖുർആൻ തന്നെ ഇല്ല, ഹദീസ് നിഷേധിച്ചാൽ പിന്നെ ഇസ്ലാം ഇല്ല, ഹദീസ് നിഷേധിച്ചാൽ പിന്നെ നിസ്കാരമില്ല, നോലുമ്പില്ല, ഹദീസ് നിരാകരിച്ചാൽ പിന്നെ എന്താ പറയുക, ഈ പറയപ്പെടുന്ന പ്രവാചകത്വമില്ല, ജിബ്രീലില്ല, വഹിയില്ല, ഒരു കുന്ത്രാണ്ടവും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആൾക്കാർ ഇപ്പോൾ ഹദീസ് നിഷേധികളല്ലാത്ത ചില ആളുകൾക്കിടയിൽ തന്നെ ഹദീസിൻ്റെ കാര്യത്തിൽ തർക്കമുണ്ട്. മുജാഹിദുകളിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ വളരെ രൂക്ഷമായിട്ടുള്ള തർക്കം നടക്കുന്ന ഒരു വിഷയമാണ് ഈ മുഹമ്മദ് നബിക്ക് സിഹർ ബാധിച്ചോ എന്ന് പറഞ്ഞാൽ കൂടോത്രം ബാധിച്ചോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ. സലഫി വിഭാഗങ്ങൾക്കിടയിൽ ഹദീസ് നിഷേധത്തെ കണിശമായി എതിർക്കുന്ന, ഹദീസ് നിഷേധികളോട് ഒരു തരത്തിലും അനുഭാവമില്ലാത്ത, ഹദീസ് നിഷേധിക്കുമ്പോൾ അതിനെ അംഗീകരിക്കാൻ കഴിയാത്ത സലഫി വിഭാഗങ്ങളിൽ പോലും ചില ഹദീസുകളെ പൂർണ്ണമായിട്ട് തള്ളുന്നതിന് പകരം ചില ഹദീസുകളെ അംഗീകരിക്കാൻ പറ്റില്ല, അത് ലഈഫാണ്, അതിൻ്റെ സനത് ശരിയാവുന്നില്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയാം. അതും കടന്ന് സഹീഹായ ഹദീസായി രേഖപ്പെടുത്തി വെക്കപ്പെട്ട ഹദീസിൽ നിന്ന് ഒരു ഹദീസിൻ്റെ പകുതി എടുക്കുകയും പകുതി തള്ളിക്കളയുകയും ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ ക്ലബ് ഹൗസ് കാലഘട്ടത്തിലും തുടർന്നും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഹദീസ് നിഷേധം എന്ന് പറയുന്നത് പല ഡിഗ്രികളിൽ അതുണ്ട്, പല തരത്തിൽ പല തട്ടുകളിൽ അത് ഉണ്ട്. ഹദീസ് നിഷേധിക്കുമ്പോൾ നമ്മളൊക്കെ പറയാറുള്ളത് ഹദീസ് നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ നിരാകരിക്കുക എന്നുള്ളതിനാണ് അർത്ഥം. കാരണം ഹദീസ് ഇല്ലാതെ ഖുർആൻ നിലനിൽപ്പില്ല. അപ്പം ഞാൻ ഇത് പറഞ്ഞാൽ ആളുകൾ സമ്മതിക്കൂല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഇടക്കാലത്ത് വെച്ച് മണ്ണ് കുഴച്ചിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ഇസ്ലാമിൽ അഭിപ്രായമുണ്ട്. അതെങ്ങനെയാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞപ്പോൾ അത് ഖുർആനിൽ കാണിച്ചു തരണം, ഖുർആനാണ് പ്രമാണം എന്ന് പറഞ്ഞിട്ട് ആലുവയിലുള്ള ഒരു സുഹൃത്ത് ഹാലിളകി വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കുഴക്കുക എന്ന വാക്ക്, മണ്ണ് കുഴച്ചു എന്ന വാക്ക് ഖുർആനിൽ കാണിച്ചു തരാൻ പറഞ്ഞിട്ടായിരുന്നു വെല്ലുവിളി. അപ്പം അന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഖുർആനിൽ അങ്ങനെ നിങ്ങൾ ഖുർആനിൽ നിന്ന് വേണം ഇസ്ലാമുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഖുർആനിൽ നിന്ന് കാണിച്ചു തരണം എന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത തൊന്തരവാണ്. കാരണം ഖുർആനുമായി ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യമായിട്ടുള്ള ഷഹാദത്ത് കലിമ പോലും നിങ്ങൾക്ക് ഖുർആനിൽ നിന്ന് കിട്ടൂല. ഒരു റക്അത്ത് നിസ്കരിക്കാൻ നിങ്ങൾക്ക്, ഒരു വഖത്ത് പോയിട്ട് ഒരു റക്അത്ത് നിസ്കരിക്കാൻ നിങ്ങൾക്ക് പറ്റൂല എന്നൊക്കെ, നോൽമ്പ് നിങ്ങൾക്ക് കിട്ടൂല, സക്കാത്ത് കിട്ടൂല, ഹജ്ജ് കിട്ടൂല, ഇതൊന്നും നിങ്ങൾക്ക് ഖുർആനിൽ നിന്ന് കിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ആളുകൾ കുറേ ബഹളമൊക്കെ ഉണ്ടാക്കി. പക്ഷെ ഇന്ന് ആ കാര്യം നമ്മളോട് പറയാൻ പോകുന്നത് സാക്ഷാൽ ഫൈസൽ മൗലവിയാണ്.
ഫൈസൽ മൗലവിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മുജാഹിദ് പ്രസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ആ കൂട്ടത്തിൽ കിതാബ് പഠിച്ച കിതാബ് തിരിയുന്ന പണ്ഡിതന്മാർ വിരലിൽ എണ്ണാവുന്നതാണ്. അതിൽ കിതാബ് അറിയാവുന്ന ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പഠിച്ചിട്ടുള്ള ഒരാൾ എന്ന നിലക്ക് ഫൈസൽ മൗലവി തന്നെ ആ ഭാഗം വിശദമായിട്ട് ഒരു ചോദ്യകർത്താവിനുള്ള ഉത്തരമായിട്ട്, ചോദ്യത്തോടുള്ള പ്രതികരണമായിട്ട് പറയാണ്. എന്ന് പറഞ്ഞാൽ ഷഹാദത്ത് കലിമ മുതൽ ഒരു മനുഷ്യന്റെ മരണം കഴിഞ്ഞതിന് ശേഷം ഒരു മനുഷ്യന്റെ മയ്യത്ത് എന്ത് ചെയ്യണം എന്ന് വരെ ഉള്ള ഒരു കാര്യം, അതായത് ജനനം മുതൽ മരണം വരെയുള്ള ഒരു മനുഷ്യന്റെ സകല കാര്യങ്ങളും വിശദീകരിക്കുന്ന, അതിലെല്ലാ കാര്യത്തിലും നിയമം നിർമ്മിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്നും ആ മതത്തിൽ മനുഷ്യന് വഴികാട്ടാൻ വേണ്ടിയിട്ടാണ് ദൈവം സമഗ്രമായ ഒരു ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നും ആ ഖുർആനിന്റെ വിശദീകരണമായി ആ ഖുർആൻ അനുസരിച്ച് എങ്ങനെ ജീവിക്കണമെന്ന് മാതൃക കാണിക്കാൻ വേണ്ടിയാണ് മുഹമ്മദ് നബി വന്നത് എന്നും അവകാശപ്പെടുന്ന ഇതേ ഇസ്ലാമിന്റെ വക്താക്കൾ പറയാണ്, ജനനം മുതൽ മരണം വരെയുള്ള ഒരു കാര്യവും നിങ്ങൾക്ക് ഖുർആനിൽ നിന്ന് കിട്ടില്ല. ഖുർആൻ മാത്രം പ്രമാണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും, ഞാൻ നേരത്തെ പറഞ്ഞ ഞാനില്ല എന്ന് പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് അംഗീകരിക്കുകയും ഇസ്ലാമിൽ പിന്നെ ഖുർആനിൽ നിന്ന് വേണം തെളിവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഷഹാദത്ത് കലിമ മുതൽ നിസ്കാരം മുതൽ സകാത്ത് മുതൽ അങ്ങോട്ട് ഒന്നിനും തെളിവില്ലെന്നും അവസാനം മരിച്ചാൽ മയ്യത്ത് മറമാടണം, കബറടക്കണം എന്ന് പറയുന്നതിന് പോലും അതെങ്ങനെ ചെയ്യണം എന്നതിന് പോലും നിങ്ങൾക്ക് ഖുർആനിൽ നിന്ന് ഉത്തരം കിട്ടില്ല എന്ന് സമ്മതിക്കുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്രവാചകന് സിഹർ ബാധിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് അള്ളാഹു പറയുന്നുണ്ട്, പ്രവാചകന് സിഹർ ബാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ പ്രവാചകൻ ഭ്രാന്തനല്ല, നിങ്ങൾ ആരോപിക്കുന്ന ഇത്തരം കാര്യങ്ങളിലൊന്നും പ്രവാചകന് ഏറ്റിട്ടില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ പ്രമാണമാക്കുന്നത് ബുഖാരിയെയും മറ്റും അതുപോലുള്ള ഹദീസുകളെ ആസ്പദമാക്കിയിട്ടാണ് നിങ്ങൾ പ്രമാണം പറയുന്നത്. അതായത് ഖുർആനിന്റെ ആയത്തുകളെ നിങ്ങൾ മാറ്റിവെക്കുകയാണ്. അതല്ലെങ്കിൽ പ്രവാചകന് സിഹർ ബാധിക്കും എന്ന ഒരു ആയത്ത് നിങ്ങൾ ഉദ്ധരിക്കണം. പ്രവാചകന് സിഹർ ബാധിക്കും എന്നൊരു ആയത്ത് ഉദ്ധരിച്ചാൽ പ്രശ്നം തീർന്നു. അങ്ങനെ നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയുമോ? ഒന്ന്. അപ്പൊ ഇത് ഹദീസുകളെ പൂർണ്ണമായിട്ട് അംഗീകരിക്കാത്ത ഒരു ആള് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നടത്തുന്ന അവരുടെ പൊതു സമ്പർക്ക പരിപാടിയായിട്ട്, ആളുകൾക്ക് ചോദ്യം ചോദിക്കാനൊക്കെ ഉള്ള പരിപാടിയായിട്ട് നടത്തുന്ന ഒരു പരിപാടിയിൽ ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ മുഹമ്മദ് നബിക്ക് സിഹർ ബാധിച്ചു എന്നാണ് വിസ്ഡം വിഭാഗത്തിന്റെ അല്ലെങ്കിൽ KNM വിഭാഗത്തിന്റെ അഭിപ്രായം. അതേ സമയത്ത് സിഹർ ബാധിച്ചു എന്നത് ഖുർആനിക വചനത്തിന് വിരുദ്ധമാണ് എന്നും മുഹമ്മദ് നബി മസ്ഹൂർ അല്ല എന്നുമാണ്, അതായത് സിഹർ ബാധിക്കപ്പെട്ടവനാണ് എന്ന് ആക്ഷേപം ഖുറൈശികൾ ഉന്നയിച്ചപ്പോൾ അത് നിരാകരിച്ചുകൊണ്ട്, അത് നിഷേധിച്ചുകൊണ്ട് അള്ളാഹ് ഖുർആനിൽ ആയത്തിറക്കിയിട്ടുണ്ട്, മുഹമ്മദ് നബി സിഹർ ബാധിച്ചവനല്ല എന്ന് ഖുർആനിൽ വചനമുണ്ട് എന്ന ഒരു വചനത്തെ മുൻനിർത്തി അതിനെ തള്ളിക്കളയുന്ന ആളുകളാണ്. മുഹമ്മദ് നബിക്ക് സിഹർ ബാധിച്ചു എന്ന് വിശ്വസിക്കാൻ പാടില്ലാത്തതാണ് എന്ന് പറയുന്ന ആളുകളാണ് നമ്മുടെ മുജാഹിദ് വിഭാഗത്തിൽ തന്നെയുള്ള മർക്കസു ദഅവ പോലെയുള്ള മുജാഹിദ് വിഭാഗത്തിൽ തന്നെ, അതായത് സലഫി ആശയത്തിൽ തന്നെ പുരോഗമനം വേണം, കാലത്തിനൊത്ത് പരിഷ്കരിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള വൃത്തികേട് നിറഞ്ഞ ഹദീസുകൾ പറയാൻ വൈക്ലബ്യമുള്ള വിഭാഗമായിട്ട് നിലനിൽക്കുന്ന ഈ മർക്കസു ദഅവക്കാർ. അപ്പൊ ഇവർ തമ്മിൽ ഭയങ്കര തർക്കം നടക്കാറുണ്ട്. അതേപോലെ തന്നെ ഹദീസ് നിഷേധികളും ഇത്തരം കാര്യങ്ങളൊക്കെ നിരാകരിക്കാറുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഹദീസ് നിഷേധിക്കുന്ന ആളാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, മുഹമ്മദ് നബിക്ക് സിഹർ ബാധിച്ചു എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? മുഹമ്മദ് നബിക്ക് സിഹർ ബാധിച്ചിട്ടില്ല എന്നും മുഹമ്മദ് നബി ഭ്രാന്തനല്ല എന്നും ഒക്കെ ഖുർആനിലുണ്ടല്ലോ എന്നാണ്. അത് വേറൊരു തമാശയാണ്, അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അതാണ് ചോദ്യത്തിന്റെ ഒരു തുടക്കം. ഇദ്ദേഹം സുദീർഘമായിട്ടുള്ള ചോദ്യമാണ്. ഇനി ഇവരുടെ വീഡിയോ അല്ലേ നമ്മളെടുത്ത് റിയാക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതൊക്കെ പൊട്ടിച്ച് കേൾപ്പിക്കുന്നതാണ്. ഇല്ലെങ്കിൽ രാത്രിയും പകലും ഉറക്കമൊഴിച്ചിരുന്ന് കോപ്പിറൈറ്റ് സ്ട്രൈക്കും അതും ഇതൊക്കെ ആയിട്ട് കണാകുണയായിട്ട് അവരതിൻ്റെ പിന്നാലെ കൂടും. നമുക്ക് അത് പേടി ഉണ്ടായിട്ടില്ല, ഇതിൻ്റെ പുറകെ നടക്കാൻ സമയമില്ലാത്തതുകൊണ്ട് മാത്രം നമ്മൾ അതിനനുയോജ്യമാകുന്ന രീതിയിൽ ഇതൊക്കെ കട്ട് ചെയ്ത് ചെറിയ ഷോർട്ടുകളായിട്ടാണ് നിങ്ങൾ കേൾപ്പിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ അടുത്ത ഭാഗം. 2, ഹജറുൽ അസ്വദ്. ഹജറുൽ അസ്വദിനെയും കഅബയെയും ഇവിടെ താരതമ്യം ചെയ്തു. ഇവിടെ കഅബ പടുത്തുയർത്തിയിരിക്കുന്നത് ഏതെങ്കിലും സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണ് എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല, ആരും വിശ്വസിക്കുന്നുമില്ല. ഹജറുൽ അസ്വദിനെയാണ് അങ്ങനെ വിശ്വസിക്കുന്നത്. മാത്രമല്ല, നാളെ പരലോകത്ത് വെച്ച് ഹജറുൽ അസ്വദ് അതിന് അള്ളാഹു കൈകൾ കൊടുക്കുമെന്നും നാവ് കൊടുക്കുമെന്നും അതിൽ ആരെല്ലാം തൊട്ടു അവരുടെ ഹൃദയശുദ്ധിയെക്കുറിച്ച് അത് സാക്ഷി പറയുമെന്നെല്ലാം വ്യക്തമായി ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്തത് പിന്നെ കഅബ, ഹജറുൽ അസ്വദ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ഇസ്ലാമിൽ ഇവർ വിഗ്രഹാരാധകർ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ആക്ഷേപിക്കുന്ന ആളുകൾ ചെയ്യുന്ന ഏതാണ്ട് എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. അത് വിശദമായിട്ട് പറയാം. ഇതിന്റെ ഒരു രണ്ടാം പാർട്ട് അല്ലെങ്കിൽ ഈ നമ്മുടെ നാട്ടിലുള്ള ബഹുദൈവാരാധകർ അല്ലെങ്കിൽ വിഗ്രഹാരാധകർ എന്നിവർ പറയുന്ന ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ വിശ്വാസവും
മക്കയിലുള്ള കഅബയും അതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളും സംസം വെള്ളവും ഗംഗാ നദിയും ഒക്കെ ഉള്ള താരതമ്യം ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇതിന്റെ ഒരു വിശദമായ ഭാഗം നമുക്ക് നാളെ പറയാം. ഇന്ന് നമുക്ക് അതിന്റെ മുൻപത്തെ ഒരു ചെറിയ ഭാഗം ഖുറാനിൽ എന്തൊക്കെ ഉണ്ട് ഇല്ല എന്നതാണ് എന്ന് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ വിഷയം ഈ പറയപ്പെടുന്ന സംസം, അതേപോലെ തന്നെ ഹജറുൽ അസ്വദ്, കഅബ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇതൊക്കെ ഖുറാനിലുണ്ടോ? ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന് അറിയേണ്ടത്. മാത്രമല്ല, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണ് വെളുത്ത കല്ലായിരുന്നെന്നും ആളുകളുടെ തൊട്ടുമുത്തൽ കൊണ്ട് അവരുടെ പാപങ്ങൾ വഹിച്ചെടുത്താണ് അത് കറുത്തുപോയതെന്നും പറയുന്നു. അതിനർത്ഥം പാപം പൊറുക്കാൻ അള്ളാഹുവിനല്ലാതെ പ്രവാചകന്മാർക്ക് പോലും അധികാരമില്ല. അപ്പോൾ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ഒരു കല്ലിൽ തൊട്ടുമുത്തുമ്പോൾ നമ്മുടെ പാപം പൊറുക്കണമെങ്കിൽ അത് അള്ളാഹുവിന്റെ അവകാശത്തെ ആ കല്ലിന് ചാർത്തി കൊടുക്കുന്നത് തന്നെയാണ്. അതിന് യാതൊരു സംശയമൊന്നുമില്ല. അപ്പോ ഹജറുൽ അസ്വദുമായി ബന്ധപ്പെട്ട സംശയം ചോദിക്കുന്നു, കഅബയുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കുന്നു. ഖുർആനിലുള്ളതും ഹദീസിലുള്ളതും തമ്മിലുള്ള ഒരു എന്താ പറയാ, അതിന് രണ്ടിനെയും വേർതിരിക്കാൻ വേണ്ടി ചോദ്യകർത്താവ് തന്നെ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇതൊക്കെ ഒരർത്ഥത്തിൽ അബദ്ധം നിറഞ്ഞ ചോദ്യമാണ്. അത് പോട്ടെ, കാരണം ഹദീസ് നിഷേധിക്കാൻ വേണ്ടി ഖുർആൻ മാത്രം ശരിയെന്ന് സമർത്ഥിക്കാൻ വേണ്ടി പറയുമ്പോൾ ചില അബദ്ധങ്ങളൊക്കെ സംഭവിക്കും. അത് നമുക്ക് വിശദമായിട്ട് പറയാം. ഇപ്പോൾ ചോദ്യം പൂർത്തീകരിക്കട്ടെ. ഈ ഇസ്ലാമിക വസ്ത്രധാരണം, താടി, അതല്ലെങ്കിൽ ഈ നെരിയാണിക്ക് മുകളിൽ മുണ്ടെല്ലാം എടുത്തുകൊണ്ട് ഇതുപോലെ ആളുകളുടെ സമുദായത്തിന്റെ പണം വാങ്ങിക്കൊണ്ട് ഇതുപോലുള്ള പരിപാടികൾ നടത്തുന്നത് ശിർക്കിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാനോ ആണോ? കാരണം ഈ പറയുന്ന ഹജറുൽ അസ്വദിനെ കുറിച്ചോ അതല്ലെങ്കിൽ ഈ ഇബ്ലീസിന്റെ സ്തൂപത്തെ കുറിച്ചോ അതല്ലെങ്കിൽ സംസം വെള്ളത്തിനെ കുറിച്ചോ പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് അതല്ലെങ്കിൽ ഒരു സൂചന നിങ്ങൾ പറയണം. കാരണം നിങ്ങൾ പറയുന്നത് ഹദീസുകൾ പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഹജറുൽ അസ്വദ് എന്ന കല്ലിനെ കുറിച്ചും സംസം വെള്ളത്തിനെ കുറിച്ചും അതുപോലുള്ള കാര്യങ്ങൾ പ്രവാചകന് സിഹർ ബാധ ഏൽക്കും എന്നതെല്ലാം ഉദ്ധരിക്കുന്ന ആയത്ത് നിങ്ങൾ ഇവിടെ ഉദ്ധരിക്കണം. അപ്പോ ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിലെ പ്രധാനമായിട്ടുള്ള ബിംബങ്ങൾ ആയിട്ടുള്ള ഹജറുൽ അസ്വദ്, സംസം വെള്ളം, കഅബ, അതേപോലെ തന്നെ ഇസ്ലാമിൽ അന്ധവിശ്വാസമല്ല എന്ന് പറയുകയും അതേസമയത്ത് മുഹമ്മദ് നബിക്ക് സിഹർ ബാധിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നതിലുള്ള വൈരുദ്ധ്യം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതൊക്കെ വിശ്വസിക്കുകയും ഖുർആനിന്റെ വിശദീകരണമാണ് ഹദീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസിനെ പുൽകുകയും ചെയ്യുന്ന നിങ്ങൾ വിശദീകരിക്കാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാനം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഖുർആനിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം ഫൈസൽ മൗലവി അദ്ദേഹത്തോട് ഒരു ഉപദേശം കൊടുക്കുകയാണ്. ഭയങ്കര തെറ്റിദ്ധാരണ, എല്ലാവരും പറയുന്നതാണ്. ഇപ്പൊ നമ്മളൊക്കെ പറയുമ്പോൾ അത് നിങ്ങൾ ഭയങ്കര തെറ്റിദ്ധാരണയിലാണ്, നിങ്ങൾ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയും. അതൊന്ന് ആദ്യം പറയട്ടെ. സഹോദരൻ, ഒരുപാട് തെറ്റിദ്ധാരണയിൽ നിന്നുകൊണ്ടാണ് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ഒന്ന് സ്വസ്ഥമായി ശാന്തമായി കേൾക്കണമെന്നാണ് ഒരു സ്നേഹബുദ്ധിയ അഭ്യർത്ഥിക്കാനുള്ളത്. ധാരാളം തെറ്റിദ്ധാരണകൾ സഹോദരന് വന്നുപെട്ടിട്ടുണ്ട്. ഒരുപാട് തെറ്റിദ്ധാരണകൾ വന്നുപെട്ടിട്ടുണ്ട്. അതിലൊരു തെറ്റിദ്ധാരണ ഇദ്ദേഹം പറയുന്ന കാര്യമല്ല. ഇദ്ദേഹം പറയുന്നത് ഈ ചോദ്യകർത്താവ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹദീസും പൂർണ്ണമായിട്ട് തള്ളി ഖുർആൻ മാത്രം ഒപ്പിച്ചെടുക്കാൻ നോക്കുമ്പോൾ ചോദ്യത്തിൽ വരുന്ന ഹദീസിനെ തള്ളാൻ വേണ്ടി, പ്രേരിപ്പിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ കടത്തി പറയുമ്പോഴുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതാണ് ഇദ്ദേഹം തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് രണ്ടാക്കും വലിയ തെറ്റിദ്ധാരണ ഉണ്ട്. കാരണം ഖുർആൻ എന്ന് പറയുന്നത് ഇസ്ലാമിൽ പൂർണ്ണമായ ഒരു ഗ്രന്ഥമോ ഇല്ല, ഇന്നത്തെ എല്ലാ കാലത്തേക്കും അനുയോജ്യമായിട്ടുള്ള ഒരു ഗ്രന്ഥമൊന്നുമല്ല. അപ്പോൾ അദ്ദേഹം ആ തെറ്റിദ്ധാരണകൾ ഓരോന്നോരോന്നായിട്ട് നീക്കുന്ന രംഗമാണ് ഇനി നമുക്ക് കാണാം. ഒന്ന്, പ്രവാചക സിഹർ ബാധിക്കുകയില്ല എന്ന് ഖുർആനിൽ എവിടെയുമില്ല, ഒരായത്തുമില്ല. അത് ഉണ്ടെങ്കിലാണ് ഈ ഹദീസും ആയത്തും എതിരാവുക. സിഹർ ബാധിക്കയില്ല എന്നോ ബാധിച്ചിട്ടില്ല എന്നോ ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ല. എന്നാൽ പ്രവാചകൻ സാഹിറല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, പ്രവാചകൻ സാഹിറല്ല. പ്രവാചകനെ പറ്റി മുസ്ലിഖീങ്ങൾ മസ്ഹൂർ എന്ന് ആക്ഷേപിച്ചിട്ടുണ്ട്. ആ മസ്ഹൂർ നബി അല്ല. ആണ് എന്ന് പറഞ്ഞാൽ അവൻ അക്രമിയാണ്. പ്രവാചകൻ ഭ്രാന്തനല്ല എന്ന് ഖുർആൻ പറഞ്ഞു, പ്രവാചകൻ ഭ്രാന്തനല്ല. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വൈരുദ്ധ്യം വരുന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ദൈവം താൻ നിയോഗിച്ച പ്രവാചകന് ഭ്രാന്തൊന്നുമില്ല എന്ന് ആയത്തിറക്കിയിട്ട് വിശദീകരിക്കേണ്ട ഗതികേട്. അതായത് ഞാൻ നിയോഗിച്ച ഒരാള് അയാൾക്ക് ഭ്രാന്തില്ല എന്ന് ഞാൻ നോട്ടീസ് അടിച്ചിറക്കേണ്ട ഗതികേടെന്ന് ആലോചിച്ച് നോക്കൂ. ഞാനൊരു കാര്യത്തിന് വേണ്ടി ചുമതലപ്പെടുത്തിയ ഒരാൾ, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്തില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥകളെന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് നബിക്ക് സിഹർ ബാധിച്ചിട്ടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല എന്ന്. അത് തെറ്റാണ്. അത് ഫൈസൽ മൗലവി ഇദ്ദേഹത്തിന്റെ ചോദ്യത്തെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി തെറ്റ് പറയണം. അദ്ദേഹം തന്നെ അത് മറ്റൊരു അർത്ഥത്തിൽ ആ വാചകത്തിൽ തന്നെ സമ്മതിച്ചു. അതായത് മുഹമ്മദ് നബി സാഹിർ അല്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സിഹർ ചെയ്യുന്ന ആൾ, കൂടോത്രം ചെയ്യുന്ന ദുർമന്ത്രവാദി അല്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ
മസ്ഹൂർ അല്ല എന്ന് പറഞ്ഞാൽ കൂടോത്രം ബാധ ഏറ്റ ആളുമല്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ കൂടോത്രം ബാധ ഏറ്റ ആളല്ല മുഹമ്മദ് നബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് നബിക്ക് സിഹർ ബാധിച്ചു എന്ന ഹദീസ് വൈരുദ്ധ്യമാവില്ലേ എന്നാണ് ചോദ്യകർത്താവിന്റെ ചോദ്യം. ആ ചോദ്യം പ്രസക്തവുമാണ്. ഇദ്ദേഹം പറയുന്നത് അങ്ങനെ ആ മസ്ഹൂർ മുഹമ്മദ് നബി അല്ല എന്നാണ്. സിഹർ ബാധ ഏറ്റ ആള് എന്ന് ഖുറൈശികൾ ആക്ഷേപിച്ചപ്പോൾ മുഹമ്മദ് നബിക്ക് സിഹർ ബാധ ഏറ്റിട്ടില്ല എന്ന് ഖുർആനിൽ അള്ളാഹ് ആയത്തിറക്കിയപ്പോൾ, അങ്ങനെ ആയത്തിറക്കിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ഫൈസൽ മൗലവി പറയുന്നത്. തെറ്റാണ്. അദ്ദേഹം അത് വിശദീകരിക്കാനാണ് അങ്ങനെ പറഞ്ഞു വെക്കുന്നത്. സിഹർ ബാധ ഏറ്റത് കൊണ്ടല്ല മുഹമ്മദ് നബി പിച്ചുംപെയും പറയുന്നത് എന്നാണ് അള്ളാഹ് പറഞ്ഞത് എന്നാണ് ഫൈസൽ മൗലവിയുടെ വിശദീകരണം. എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം? അത് മനസ്സിലാക്കിയ മാത്രമാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മുഹമ്മദ് നബി ഹിറാ ഗുഹയിൽ വച്ച് തനിക്ക് വഹി വന്നു എന്നും എൻ്റെ അടുത്ത് മാലാക വരുന്നുണ്ട് എന്നും എന്നോട് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ള ദൂതുമായിട്ട് ഒരാൾ വരുന്നു, മലക്ക് വരുന്നുണ്ട്, അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ ഇങ്ങനെ വചനങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്ന് ഉരുവിടാൻ തുടങ്ങി. കാര്യമായിട്ട് ആദ്യ കാലഘട്ടത്തിലൊക്കെ മക്ക ഖുറൈശികളുമായി ബന്ധപ്പെട്ട അവരുടെ വിശ്വാസം ശരിയല്ലെന്നും എൻ്റെ വിശ്വാസമാണ് ശരിയെന്നും അള്ളാഹ് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇതിൽ തന്നെ വിശ്വസിക്കണം എന്നും അള്ളാഹു അല്ലാത്ത മറ്റ് ആരാധന ബിംബങ്ങളെയൊക്കെ ഒഴിവാക്കണമെന്നും എന്ന് പറഞ്ഞിട്ടുള്ള ഇവർ പറയുന്ന ഈ തൗഹീദിന്റെ വചനങ്ങളാണ്. മുഹമ്മദ് പറയുന്നത് പോലെ ആണ് ദൈവത്തിൽ വിശ്വസിക്കേണ്ടതെന്നാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ മക്കാരായിട്ടുള്ള മനുഷ്യരുടെ വിശ്വാസങ്ങളും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതൊക്കെ തെറ്റാണ്, അത് അങ്ങനെയൊന്നല്ല ചെയ്യേണ്ടത്, അതൊക്കെ ശിർക്കാണ്, നിങ്ങൾ പഠിച്ചവനെ മാത്രം ആരാധിക്കണം എന്നിങ്ങനെ പിച്ചും പേയും പറഞ്ഞ് നടന്നപ്പോൾ മുഹമ്മദ് നബിയെ ആളുകൾ മക്കാർ കൈകാര്യം ചെയ്തത് എങ്ങനെയായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ്. പ്രാഥമികമായിട്ട് ഇവർ മുഹമ്മദ് നബിയെ കൈകാര്യം ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവഗണിച്ചു. ആൾ എന്തൊക്കെ പിച്ചും പേയും പറഞ്ഞ് നടക്കുകയാണ്. എനിക്ക് പിരാന്താണ്, എനിക്ക് വല്ല കൂടോത്രം ബാധിച്ചിട്ട് വല്ല മാട്ടും മാരനും പിടിച്ചിട്ട് കിളി പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മക്കാർ ഇതിനെ പരിഗണിച്ചില്ല. ഈ അർത്ഥത്തിൽ മുഹമ്മദ് നബി പറയുന്ന ഖുർആൻ വചനങ്ങൾക്ക് മക്ക ഖുറൈശികൾ പുല്ല് വില കൊടുക്കുമ്പോൾ എനിക്ക് പിരാന്താണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അപ്പം അള്ളാഹ് ആയത്തിറക്കി കൊടുക്കും. എന്ത് ഓല് ഇങ്ങോട്ട് നോക്ക്, ഓല് അനക്ക് പിരാന്താണെന്ന് പറയണു, അണക്ക് പിരാന്തൊന്നും ഇല്ലട്ടോ എന്നിട്ട് ആയത്തിറക്കും. മുഹമ്മദ് നബി സിഹർ ബാധിച്ച ആളാണ്, പിച്ചും പേയും പറയണ അതുകൊണ്ടാണ്, എന്തോ മാരണം ബാധിച്ചവനെ പോലെ എന്തൊക്കെയോ പിച്ചും പേയും പറയാണ് എന്ന് ഖുറൈശികൾ ആക്ഷേപിച്ചാൽ അപ്പ അള്ളാഹ് ആയത്തിറക്കും മുഹമ്മദ് നബി പിച്ചും പേയും പറയുന്നത് മാരണം ബാധിച്ചിട്ടൊന്നും അല്ലാട്ടോ. മുഹമ്മദ് നബി അങ്ങനെ കൂടോത്രം ചെയ്യുന്ന ആളോ കൂടോത്ര ബാധ ഏറ്റതിന്റെ പേരിൽ പറയുന്ന ആളോ സംസാരിക്കുന്ന ആളോ ഒന്നും അല്ല എന്ന് അള്ളാഹ് പറയണേ. ഇപ്പൊ എന്നെ കുറിച്ച് ആരെങ്കിലും എനിക്ക് പിരാന്താണ് എന്ന് പറഞ്ഞാൽ ഞാൻ പിറ്റേ ദിവസം എനിക്ക് ഭ്രാന്തൊന്നും ഇല്ലാതെ വീഡിയോ ചെയ്യോ? നിങ്ങൾ ഒരു സാമാന്യ ബോധത്തിലൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരാള് വേറൊരാളോട് പറയാണ് ഓൻ അങ്ങനെയൊക്കെ പറയും, ഓനക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമോ? ഓൻ എനിക്ക് ഭ്രാന്താണെന്ന് ഓൻ പറയുന്നുണ്ട്, ശരിക്കും എനിക്ക് ഭ്രാന്തൊന്നും ഇല്ലിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഭ്രാന്താണെന്നല്ലേ? അല്ലേ കൂട്ടരെ, അല്ലേ? ആണോ അല്ലേ? നിങ്ങൾ കമന്റ് ബോക്സിൽ ഉത്തരം പറയും. നിങ്ങളിങ്ങനെ മടിച്ചു മാറിയിരുന്നത് തണുത്തിരുന്ന എങ്ങനെ? ഒരാൾ വിളിച്ചിട്ട് പറയാണ് ഓനക്ക് പിരാന്താണ് പറഞ്ഞാൽ ഈ പിരാന്താണെന്ന് ആരോപിക്കപ്പെട്ട ആളോ അല്ലെങ്കിൽ അയാളെ മുതലാളിയോ പിറ്റേ ദിവസം പറയാണ് ഓനക്ക് പിരാന്താണെന്നൊക്കെ പലരും പറയുന്നുണ്ട്, നിങ്ങളതൊന്നും വിശ്വസിക്കരുത്, ഓനക്ക് ശരിക്കും ഭ്രാന്തൊന്നുമില്ല എന്ന് പറയേണ്ടി വരുന്നത് ഗതികേടല്ലേ അല്ലെങ്കിൽ ഭ്രാന്തല്ലേ? രണ്ടിലൊന്നുള്ളെങ്കിലല്ലേ ഇത് പറയേണ്ടുള്ളൂ. അപ്പൊ ഇതാണ് സാഹചര്യം കേട്ടോ. ഈ സാഹചര്യത്തിലാണ് മുഹമ്മദ് നബി സാഹിർ അല്ല, മസ്ഹൂർ അല്ല എന്നൊക്കെ അള്ളാഹ് ഖുർആനിൽ പറയേണ്ടി വരുന്നത്. മുഹമ്മദ് നബിക്ക് ചിത്തഭ്രമം ബാധിച്ചിട്ടില്ല, ഭ്രാന്തൊന്നുള്ള ആളൊന്നും അല്ല മുഹമ്മദ് നബി എന്ന് അള്ളാഹ് ഖുർആനിൽ ആയത്തിറക്കി കൊടുക്കേണ്ട അവസ്ഥ വരുന്നത് കേട്ടോ. പറഞ്ഞു വന്നത് മുഹമ്മദ് നബി സിഹർ ചെയ്യുന്ന ആളോ സിഹർ ബാധിച്ച ആളോ അല്ല എന്ന് ഖുർആനിലുണ്ട്. അപ്പോൾ ഹദീസിൽ മുഹമ്മദ് നബിക്ക് സിഹർ ബാധിച്ചു എന്ന വാദം ഖുർആൻ വചനത്തിന് വിരുദ്ധമല്ലേ? ഇതാണ് ചോദ്യകർത്താവിന്റെ ഊന്നൽ. അതേ സമയത്ത് മുഹമ്മദ് നബി ഖുർആൻ എന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്നത് സിഹർ ബാധിച്ചത് കൊണ്ടല്ല എന്ന് മാത്രമേ ആ ഖുർആൻ വചനത്തിന് അർത്ഥമുള്ളൂ. ആ ഖുർആൻ വചനത്തിന് വേറെ ഒരു സമയത്ത് വേറെ ഒരു സിഹർ മുഹമ്മദ് നബിക്ക് ബാധിച്ചിട്ടില്ല എന്നോ മുഹമ്മദ് നബിക്ക് സിഹർ ബാധിക്കുകയില്ല എന്നോ അർത്ഥമില്ല എന്ന് വിശദീകരിക്കാനാണ് ഖുർആനിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് ഫൈസൽ മൗലവി പറയുന്നത്. അതായത് ഈ ഹദീസ് അല്ലെങ്കിൽ തള്ളേണ്ടി വരും. ഇതാണ് ഇതിനകത്തുള്ള പ്രശ്നം. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. നമ്മളിത് കുറെ കാലമായിട്ട് പറഞ്ഞു കേട്ടും കൊണ്ട് ശീലമുള്ളത് കൊണ്ട് നമുക്കത് നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ മുന്നോട്ട് പോവാണ്. അപ്പൊ ഇതാണ് സിഹറുമായി ബന്ധപ്പെട്ട കാര്യം. അടുത്തത് ആയത്തുണ്ടെങ്കിൽ ഉദ്ധരിക്കണം. ആയത്തുണ്ടെങ്കിൽ മാത്രമല്ല മുസ്ലിമീങ്ങൾക്ക് പ്രമാണം. മുസ്ലിമീങ്ങൾക്ക് വഹയുണ്ടായാലും മതി. അള്ളാഹുവിൽ നിന്ന് വഹയുണ്ടായാൽ അത് പ്രമാണമാണ്. അത് ആയത്തിലും ആവാം, ഹദീസിലും ആകാം. ആയത്തിൽ വന്നെങ്കിൽ മാത്രമേ വിശ്വസിക്കൂ, ഹദീസിൽ വന്നാൽ വിശ്വസിക്കൂല എന്നത് പറയുന്നത് മുസ്ലിമീങ്ങളുടെ നിലപാടേ അല്ല. അള്ളാഹു അറിയിച്ചുവെങ്കിൽ അതാണ് പ്രമാണം. ആ അള്ളാഹു ഖുർആനിലൂടെ അറിയിക്കാം, ഖുർആനിലൂടെ അല്ലാതെയും അറിയിക്കാം. അത് രണ്ടും പ്രമാണമാണ്. അപ്പൊ അള്ളാഹ് അറിയിച്ചോ അത് പ്രമാണമാണ്. അള്ളാഹ് അറിയിച്ചിട്ടുണ്ട്. പ്രവാചകർക്ക് നബീ ഇബ്രാഹിം ജൂതൻ സിഹർ ചെയ്തുവെന്ന് അള്ളാഹു മലക്കളെ പറഞ്ഞയച്ച് അറിയിച്ചിട്ടുണ്ട്.
അത് പ്രവാചകരാണ് നമ്മോട് പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞതല്ല, ബുഖാരി പറഞ്ഞതല്ല. ബുഖാരി ഒന്നും പറഞ്ഞിട്ടില്ല. പ്രവാചകൻ സൈർ വായിച്ചൊന്നും ബുഖാരി പറഞ്ഞിട്ടേ ഇല്ല. നബിയാണ് പറഞ്ഞത്, ആയിഷ ബിബിയോടാണ് പറഞ്ഞത്. നബിയോട് പറഞ്ഞത് ജിബ്രീലാണ്, ജിബ്രീലിനെ പറഞ്ഞയച്ച അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹുവാണെന്ന് അറിയിച്ചത്, അള്ളാഹ് അറിയിച്ചാൽ അത് പ്രമാണമാണ്. ഒന്ന്. അപ്പൊ എങ്ങനെയാണ് ഇതിനെ ഉരുട്ടിയെടുക്കുന്നതെന്ന് വെച്ചാൽ, മുഹമ്മദ് നബിക്ക് സിഹിർ ബാധിച്ചു എന്ന് അള്ളാഹ് ആണ് പറഞ്ഞത്. കാരണം ഖുർആനിൽ അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഖാലല്ലാഹു അസ്സ വജൽ എന്ന് പറഞ്ഞാൽ ഖുർആൻ എന്നാ പറയാ. പക്ഷെ ഇവരുടെ വിശ്വാസം എങ്ങനെയാന്ന് വെച്ചാൽ ഹദീസും വഹിയാണ് എന്നതാണ്. അതിന്റെ കാരണം എന്താ? മുഹമ്മദ് നബി വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് മുഹമ്മദ് പറഞ്ഞതൊക്കെയും അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് മുഹമ്മദ് നബിക്ക് സിഹിർ ബാധിച്ചു എന്ന് ഹദീസിലുള്ളത് ബുഖാരി ഉണ്ടാക്കി പറഞ്ഞതല്ല. നബി ആയിഷയോട് പറഞ്ഞിട്ട് ആയിഷയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട രീതിയിൽ ഹദീസുകൾ രേഖപ്പെടുത്തി വെക്കപ്പെടുകയും അത് ബുഖാരി എടുത്ത് ഉദ്ധരിക്കുകയും ചെയ്തു. അപ്പൊ ഇത് എല്ലാ കാര്യങ്ങളും മുഹമ്മദ് നബി പറഞ്ഞതൊക്കെ അള്ളാഹിന്റെ വഹിയിൽ നിന്നാണെങ്കിൽ മുഹമ്മദ് നബിക്ക് സിഹിർ ബാധിച്ചു എന്ന് മുഹമ്മദ് നബി ആയിഷയോട് പറഞ്ഞ സംഭവം അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദിനോട് പറയുകയും മുഹമ്മദ് അത് പറയുകയും ചെയ്തു. പക്ഷെ അത് ഖുർആൻ അല്ലാന്നേ ഉള്ളൂ, അത് ഹദീസാണ്. ഇതാണ് വാദം. അതേ സമയത്ത് ഒരു ഹദീസിന്റെ പകുതി മുറിച്ച് തള്ളുകയും കൊള്ളുകയും ചെയ്യുമ്പോൾ അവർക്ക് അള്ളാഹുവിന്റെ വഹി എങ്ങനെ ഇവർ വേർതിരിച്ചറിയുന്നത്, എങ്ങനെ ഇവർ വിവേചിക്കുന്നത്, അത് വേറെ ചോദ്യമാണ്. അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് നബി സംസാരിച്ചതെന്ന് പറയുന്ന ഇവർ തന്നെ ഹദീസ് നിദാന ശാസ്ത്രം എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രം എടുത്തിട്ട് ഇവരുണ്ടാക്കിയ ഒരു ടൂൾ ഉപയോഗിച്ച് ഹദീസിനെ വിശകലനം ചെയ്യുകയും ചെയ്യും. അങ്ങനെ മുഹമ്മദ് നബിക്ക് അള്ളാഹു വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണോ ചെയ്തതാണോ അല്ലേ എന്ന് കാര്യങ്ങൾ ഈ നൂറ്റാണ്ടിലുള്ള പണ്ഡിതന്മാർ ഇരുന്നിട്ട് ഇവരുപയോഗിച്ച ഒരു ടൂൾ ഇട്ടുകൊണ്ട് ഈ സ്വർണത്തിൻ്റെയൊക്കെ മാറ്റി നോക്കുന്ന പോലെ ഹദീസ് മാറ്റി നോക്കുന്നതിന്റെ ലോജിക്ക് അപ്പം എന്താണ്? അത് വേറെ വല്ലാത്തൊരു കഥയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് പോകുന്നത് ഇപ്പം സിഹിർ ബാധിച്ച കഥ മാത്രമല്ല, വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഫൈസൽ മൗലവി പറഞ്ഞതിന്റെ ആകെ തുക അങ്ങനെ നിങ്ങൾ ഖുർആൻ മാത്രമേ എടുക്കുള്ളൂ എന്നൊന്ന് വാശി പിടിച്ചാൽ ആകെ പുലിവാലാകും. നമുക്ക് പ്രമാണം വഹീന്റെ അടിസ്ഥാനത്തിൽ വന്നതെല്ലാമാണ്. വഹീന്റെ അടിസ്ഥാനത്തിൽ തന്നെ രേഖപ്പെടുത്തി വെക്കപ്പെട്ടതാണ് ഹദീസ്. ഇതാണ് ഇവരുടെ വാദം. അതുകൊണ്ട് ഹദീസും പ്രമാണമാണ്. ഇനി ഖുർആൻ മാത്രം പ്രമാണമാവുള്ളൂ എന്നൊരാൾ വാശി പിടിച്ചാൽ എന്ത് സംഭവിക്കും? ഖുർആനിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? അവിടെയാണ് നമ്മൾ ടൈറ്റിൽ ഇട്ടത് ഖുർആനിൽ ഒരു കുന്തവുമില്ല എന്നാണ് ഫൈസൽ മൗലവി പറയാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. രണ്ടാമത്, ഹജറുൽ അസ്വദിനെ ചുംബിച്ചാൽ ഹജറുൽ അസ്വദ് ദോഷം വലിച്ചെടുക്കും എന്ന് ഒരു ഹദീസിലും ഇല്ല. അത് ദോഷം പൊറുക്കുമെന്നും എവിടെയും ഇല്ല. ഹജറുൽ അസ്വദ് ദോഷം പൊറുക്കുന്ന കല്ലുമല്ല. ദോഷം പൊറുക്കാൻ അല്ലാഹ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലെ മുത്തുന്ന എല്ലാവരുടെയും ദോഷം ആ കല്ലിങ്ങനെ വലിച്ചെടുക്കുകയാണ്, ഇവരതൊരു ശുദ്ധിയാവുകയാണ് എന്ന ഹദീസിലില്ല. എന്നാൽ പാപികൾ ചുംബിച്ചത് കൊണ്ട് ആ കല്ല് കറുത്തുപോയി എന്ന ഹദീസിലുണ്ട്. അതിനർത്ഥം ഇവന്റെ പാപം ആ കല്ല് വലിച്ചെടുത്തു എന്നല്ല. അതിന് മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ നൽകിയ മറുപടി, ഒരു പാപം ഒരു കല്ലിൽ വരെ എത്രമാത്രം സ്വാധീനമുണ്ടാക്കുമെന്ന് അള്ളാഹു നമുക്കിവിടെ ദൃഷ്ടാന്തമായി വെച്ചതാണത്. എന്തിന്? ഒരു കല്ലിൽ അത്ര സ്വാധീനിക്കുമെങ്കിൽ ഒരു മനുഷ്യന്റെ കൽബിൽ എത്ര സ്വാധീനിക്കും എന്ന് പഠിപ്പിക്കാൻ. ഇവിടെയും ഇദ്ദേഹത്തിന്റെ ഉത്തരം, അതായത് ചോദ്യകർത്താവിനെ നേരിടാൻ വേണ്ടി ചെറിയ രീതിയിലുള്ള ചില കലാപരിപാടികൾ നടത്തുന്നുണ്ട്. അതായത് ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നത് പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ് എന്ന് മുഹമ്മദ് നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ് ഒരു സഹാബി പറഞ്ഞത്. ഉമറാണോ അലിയാണോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇവർ രണ്ടിലൊരാൾ പറഞ്ഞ ഹദീസാണ്. പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തം എന്ന നിലക്ക് ഹജറുൽ അസ്വദിനുള്ള ചുംബനത്തെ മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഹദീസ്. അത് കല്ല് പുറത്തു കൊടുക്കുമോ അല്ല ചുംബിക്കുമ്പോൾ പാപം ആ കല്ലിലേക്ക് ആ പാപികൾ ചുംബിച്ചതിനാൽ കല്ല് കറുത്തുപോയി വെളുത്ത കല്ലായിരുന്നു എന്ന ഹദീസും ഉമർ പറഞ്ഞ ഈ ഹദീസും കൂടി ചേർത്ത് വായിച്ചാൽ ഹജറുൽ അസ്വദിനെ മുത്തിയാൽ പാപം പൊറുക്കും, അതിന്റെ തെളിവായിട്ട് കല്ല് കറുത്തു എന്നല്ലേ കിട്ടുക. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ അത് എന്തായിരിക്കും? ഷിർക്കിൽപ്പെടും. അതുകൊണ്ട് അത് ഷിർക്കിൽപ്പെടുത്താനും പാടില്ല, അതേ സമയത്ത് ഹദീസിനെ നിഷേധിക്കാനും പാടില്ല. ഇങ്ങനത്തെ പുലിവാലിലാണ് ഫൈസൽ മൗലവി. അതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ വിശദീകരിക്കുന്നത്. അപ്പൊ അതിന്റെ വിശദാംശങ്ങൾ അത്ര പ്രസക്തമല്ലാത്തത് കൊണ്ട് നമുക്ക് വിടാം. പക്ഷെ ഇവിടെ ഫൈസൽ മൗലവി പറയുന്നത് നോക്കൂ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ കല്ലിനെ ആദമിന്റെ സന്തതികളിൽ നിന്നുള്ള ആളുകൾ പാപികൾ ചുംബിച്ചത് കൊണ്ട് ആ കല്ല് കറുത്തുപോയി, വെളുത്ത കല്ലായിരുന്നു, അത് പിന്നീട് പാപങ്ങളേറ്റ് കറുത്തുപോയി എന്ന് പറയുന്നതിന് അള്ളാഹു ഒരു ദൃഷ്ടാന്തമായി വെച്ചതാണ്. പാപവുമായി ബന്ധപ്പെട്ട പാപചിന്തകൾ, ഷിർക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള ഇസ്ലാം പാപമായി പരിഗണിക്കുന്ന കാര്യങ്ങൾ, പാപികളുടെ ഹൃദയം കറ പിടിക്കും എന്ന് പറയുന്ന ഒരു കാര്യത്തിന് തെളിവായിട്ട് കല്ല് നോക്കി വെളുത്ത കല്ല് ഇത്രയായി, അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലുള്ള കറ എത്രമാത്രമായിരിക്കും എന്നുള്ളതിനൊരു ദൃഷ്ടാന്തമായിട്ട് വെച്ചതാണ് പോലും ഹജറുൽ അസ്വദ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താവട്ടെ, നമ്മളെ വിഷയം ഇതൊന്നുമല്ല. നമ്മളെ വിഷയം ഇസ്ലാമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കുന്തം ഖുർആനിലുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ഇവിടെ കൽബുകളിൽ കറയായി പിടിച്ചിരിക്കുന്നു. അപ്പൊ കൽബിൽ കറ പിടിക്കുമോ? പിടിക്കും. തെളിവ് വേണോ? ഇതാ കല്ല് കറ പിടിച്ചിരിക്കുന്നു. എങ്കിൽ കൽബ് ഏതായാലും കറ പിടിക്കും. ഇനി പരലോകത്ത് ആ കല്ല് സാക്ഷി പറയുമെന്നതാണോ വിശ്വസിക്കാൻ പ്രയാസം?
ആ കല്ല് മാത്രമല്ല, ഈ ഗ്രൗണ്ടും സാക്ഷി പറയും ഈ മുഖാമുഖത്തിൽ നമ്മൾ ദീന് പ്രചരിപ്പിച്ചതിന്. ഖുർആനിലായത്തുണ്ട്, യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ഭൂമി അതിന്റെ വർത്തമാനങ്ങളെ പറയുന്ന ദിവസമാണെന്ന്. ഭൂമി അതിന്റെ വർത്തമാനങ്ങളെ പറയുന്ന ദിവസമാണെന്ന് ഈ ആയത്ത് ഒരാൾ ഓതി വയത് പറഞ്ഞാൽ ശിർക്ക് പ്രചരിപ്പിക്കലാണോ? അല്ലല്ലോ. എങ്ങനെ ഭൂമി വർത്തമാനം പറയാ? ഭൂമിക്ക് നാവുണ്ടോ? ഭൂമിക്ക് പറയാൻ കഴിയോ? അപ്പൊ ഈ സ്ഥലത്ത് വന്ന് പ്രസംഗിച്ചത് ഈ ഭൂമി അറിയുന്നുണ്ടോ? ഓ, അത് ശിർക്കല്ലേ, ഈ ആയത്ത് എടുക്കാൻ പറ്റൂല എന്ന് പറയണോ? ഹദീസ് വേണ്ടെന്ന് പറയുന്നവർ കുറച്ച് കഴിയുമ്പോൾ പറയും ആയത്തും വേണ്ട. ഇത് ഫൈസൽ മൗലവി പറഞ്ഞത് ശരിയാണ്. ഇസ്ലാമുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കാലാനുസൃതമായി കാലത്തിന് യോജിച്ചതല്ലെന്നും നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നതല്ല എന്നും ഇന്നത്തെ കാലത്ത് നാട്ടുകാരോട് പറയാൻ പറ്റാത്തതാണ് എന്നുള്ള അപകർഷതാബോധം ഉരുത്തിരിഞ്ഞു വരുമ്പോഴാണ് ഹദീസ് നിഷേധത്തിന്റെ തുടക്കം. നിങ്ങൾക്ക് ഇന്ന് ഹദീസ് നിഷേധിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയുന്നു, ഹദീസ് നിഷേധിക്കുന്ന മാനദണ്ഡം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഖുർആനെ നിഷ്പ്രയാസം തള്ളിക്കളയാൻ പറ്റും. ഹദീസിനെ നിഷേധിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ കാരണങ്ങൾ കൊണ്ട് തന്നെ ഖുർആനിന് അപ്രസക്തമായി, ഖുർആനിന്റെ വാലിഡിറ്റിയും നഷ്ടപ്പെടും. കാരണം ഇസ്ലാം എന്ന് പറയുന്ന ആകെ ഈ സാധനം നിൽക്കുന്നത് തന്നെ ഹദീസുകളും ഹദീസുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളിലുമാണ്. ഖുർആനാണ്, അത് ദൈവിക ഗ്രന്ഥമാണ് എന്ന് സ്ഥാപിക്കണമെങ്കിൽ എന്ത് വേണം? ഹദീസ് വേണം. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണ്, മുഹമ്മദ് നബിക്ക് വഹി കിട്ടി എന്ന് സ്ഥാപിക്കണമെങ്കിൽ എന്ത് വേണം? ഹദീസ് വേണം. ഇസ്ലാം നിലനിൽക്കണമെങ്കിൽ ഹദീസ് വേണം. ഖുർആൻ മാത്രമായിക്കൊണ്ട് ഇസ്ലാമിനൊരു നിലനിൽപ്പില്ല. ഇതിലെ പ്രശ്നം ഇതൊക്കെ എങ്ങനെ ഇപ്പം ഇന്നത്തെ കാലത്ത് നാട്ടുകാരോട് പറയാ എന്ന് തോന്നുന്ന കുറെ ആളുകൾക്ക് അതേ സമയത്ത് ദൈവത്തെയും പ്രവാചകനെയും ഖുർആനെയും ഒന്നും കൈവിടാനുള്ള ധൈര്യമില്ലാത്ത ആളുകൾക്ക് ഉള്ള ഒരു സൂത്രപ്പണിയാണ് ഹദീസിനാണ് തള്ളുക. ഇവരറിയുന്നില്ല ഹദീസ് തള്ളിയാൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഖുർആൻ തള്ളാൻ പറ്റും. കാരണം ഹദീസിൽ എന്തൊക്കെ ന്യൂനതകൾ നിങ്ങൾ കാണുന്നുണ്ടോ ആ ന്യൂനതകളെല്ലാം ഖുർആനിലും ലഭിക്കും, ഖുർആനിന്റെ കാര്യത്തിലും കിട്ടും. സംശയമുള്ള ഏതെങ്കിലും ഖുർആനിസ്റ്റുകൾ ഉണ്ടെങ്കിൽ, ഖുർആൻ മാത്രവാദികൾ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ലളിതമായി സുന്ദരമായി ആ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് ധരിപ്പിച്ചു തരാം. ആളുകൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. സുഹൃത്ത് പറഞ്ഞല്ലോ, കഅബ സ്വർഗീയ കല്ലാന്ന് ആരും പറയുന്നില്ല, ഇത് ഹജർ സ്വർഗീയ കല്ലാന്ന് പറയുന്നു. ഒരു കഅബയെ പറ്റി ആയത്ത് ഓതുന്നാൽ ഏതായത്ത് നമുക്ക് ഓതാൻ പറ്റും? ഏതായത്ത് ഓതാൻ പറ്റും? ഖുർആനിൽ കഅബ എന്നുള്ള പ്രയോഗമൊന്നും കാണില്ല. അവിടെ അൽ ബൈത്തുൽ അതീഖ്, ഹാദൽ ബൈത്ത് എന്നൊക്കെ, ഈ വീട് ആ പഴയ വീട്, ഇതൊക്കെ ഏതാ പഴയ വീട്? എവിടെ കിട്ടും നമുക്ക്? ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ വീടിന്റെ റബ്ബിനെ അവർ ആരാധിക്കട്ടെ. ഏത് വീട്? അപ്പൊ ഞാൻ പറയാം അത് നബിന്റെ വീടാണെന്ന് ഞാൻ വാദിച്ചാലോ? അല്ല, നിങ്ങൾ എങ്ങനെ പറയാം? ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ വീടിന്റെ രക്ഷിതാവിനെ ആരാധിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ വീട് നബിന്റെ വീടാണ് ഒരുത്തിന് വാദിക്കും. മറ്റോ പറയാം അല്ല അത് അബൂജഹലിന്റെ വീടാ, മറ്റോ പറയാം അല്ല അത് വേറൊരു വീടാ എന്ന് വാദിച്ചാൽ അത് കഅബയാണ് എന്ന് എവിടെ കിട്ടുക? എന്താ പ്രശ്നം? അപ്പൊ കഅബയിൽ ഇരിക്കുന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ല് അത് ഖുർആനിലുണ്ടോ എന്ന് വെച്ചപ്പോ കഅബ തന്നെ ഖുർആനിലുണ്ടോ? കഅബ എന്നൊരു വാക്ക് അല്ലെങ്കിൽ കഅബയെ കുറിച്ചുള്ള ഒരു വാക്ക് പരാമർശം അത് തന്നെ ഖുർആനിലില്ലാതാണ് ഫൈസൽ മൗലവി പറയുന്നത്. പിന്നെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയാൽ ഇനി ഓരോന്ന് ഹദീസ് മാത്രം ഉപയോഗിച്ചാൽ അല്ലെ ഖുർആൻ മാത്രം പിന്നെ അംഗീകരിക്കുള്ളൂ എന്ന് വാദിച്ചാൽ നിങ്ങൾക്ക് ഇസ്ലാം ദീൻ തന്നെ ഉണ്ടാവില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി, ചോദ്യകർത്താവിനെ നിലംപരിശാക്കാൻ വേണ്ടി ഇനി ഇസ്ലാമിന്റെ തുണി ഉരിയാണ് ഫൈസൽ മൗലവി. ഞാൻ ഇത്തിരി സമാധാനത്തിൽ പറയണമെന്നുള്ളൂ, സംഗതി കുറച്ച് സീരിയസ് ആണ്. അപ്പൊ കഅബന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി. ഇനി അതിൽ ചെറിയൊരു വിശദീകരണം കഴിഞ്ഞ് അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കാണ്. ഇനി ഖുർആൻ തന്നെ, ഈ ഖുർആൻ നബിക്ക് ഇറങ്ങിയത് എവിടെ കിട്ടിയത്? നമ്മളൊക്കെ അംഗീകരിക്കുന്നു അല്ലാഹു റസൂൽ അല്ലാഹു ആദ്യം ഇറക്കി കൊടുത്ത ഇഖ്റ ബിസ്മിയാണ്. നമ്മുടെ വീട്ടിലെ മുസാഫ് എടുത്ത് നോക്കി ആദ്യം കാണും ഫാത്തിഹയാണ്. ഓ, അതാരോ അട്ടിമറിച്ചതാട്ടോ, അതുകൊണ്ട് ഈ മുസാഫ് ശരിയല്ലാന്ന് ഒരാൾക്ക് വേണമെങ്കിൽ വാദിച്ചൂടെ? അപ്പൊ അത്തരം യുക്തിവാദങ്ങൾ നമ്മെ മത നിഷേധത്തേക്ക് മാത്രമേ എത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്താ ശിർക്ക്, എന്താ തൗഹീദ് എന്നുള്ളത് ഒന്നുകൂടെ മനസ്സിലെത്തി നിസ്വാർത്ഥമായി പഠിച്ചാൽ തീർച്ചയായും അത് മനസ്സിലാവും. അതേപോലെ സംസം വെള്ളവും. അപ്പൊ എല്ലാ സംഗതിയും ഖുർആനിൽ വന്നെങ്കിലേ സ്വീകരിക്കൂ എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, ഖുർആനിൽ വരാത്ത ധാരാളം കാര്യങ്ങൾ നിങ്ങളും നമ്മളൊക്കെ എല്ലാവരും സ്വീകരിക്കുന്നു. അതൊക്കെ ഖുർആനിൽ മാത്രം കണ്ടെങ്കിലേ ഞാൻ സ്വീകരിക്കുള്ളൂ എന്നൊരു വാശ അവിടെയൊന്നുമില്ല. എന്നാൽ ഇത്തരം ചില വിഷയത്തിന് മാത്രമാണ് ഹദീസല്ലേ ഉള്ളൂ, ഖുർആനില്ലല്ലോ എന്ന് പറയുന്നു. അപ്പൊ ആ പറച്ചിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ഖുർആനിന്റെ നിലനിൽപ്പ് തന്നെയും അവതാളത്തിലാകും. ഇവിടെ ഞാൻ ഫൈസൽ മൗലവിയോട് മറ്റൊരു ചോദ്യം ഉന്നയിക്കുകയാണ്. ഹദീസ് സ്വീകരിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത്, ഖുർആൻ നിലനിൽക്കുന്നത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഹദീസ് നിലനിൽക്കുന്നത് സനദിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ, ഖുർആനിന്റെ നിലനിൽപ്പിന് ആധാരമായ സകല ഹദീസുകളും സനദോടുകൂടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടോ? ഹദീസ് നിഷേധികൾ ഹദീസ് നിഷേധത്തിന് പറയുന്ന കാരണങ്ങൾ മറികടക്കാൻ ഖുർആനിന്റെ നിലനിൽപ്പ് തന്നെയും ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വാദിക്കുന്ന ഫൈസൽ മൗലവിയോട് ഹദീസിന്റെ ആധികാരികത സനദിന്റെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കപ്പെടും, ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിർണ്ണയിക്കപ്പെടുക എന്ന് പറയുമ്പോൾ, അടിസ്ഥാനപരമായി ഖുർആനിന് ഓരോ വചനത്തിനും അല്ലെങ്കിൽ ഓരോ വഹയിനും
കൃത്യമായ സനദോടുകൂടി ഹദീസ് ഉണ്ടാവണം. അങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ? ഖുർആനിന്റെ നിലനിൽപ്പിന് പര്യാപ്തമായ, ഖുർആൻ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഖുർആനിനെ അംഗീകരിക്കാൻ സഹായിക്കുന്ന കൃത്യമായ സനദോടുകൂടിയായ ഹദീസുകൾ പൂർണ്ണാർത്ഥത്തിൽ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഞാൻ പറയുന്നു ഇല്ല. ഹദീസ് ഉണ്ടെങ്കിൽ പോലും ഖുർആൻ എന്ന് പറയുന്നത് ഇവരുടെ നിദാന ശാസ്ത്രം അനുസരിച്ച് അംഗീകരിക്കപ്പെട്ട ഹദീസിന്റെ വെളിച്ചത്തിൽ ഈ ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതാണെന്നും ഈ ഖുർആൻ സമ്പൂർണ്ണമായി മുഹമ്മദ് നബിക്ക് ലഭിച്ചു എന്ന് പറയപ്പെടുന്ന വഹികൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതാണെന്നും ഇതിൽ യാതൊന്നും കൂട്ടിച്ചേർക്കപ്പെടുകയോ ഇതിൽ യാതൊന്നും എടുത്തു മാറ്റപ്പെടുകയോ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ ഹദീസിൽ തെളിവുണ്ടോ? അതിലും തെളിവില്ല. അതെന്റെ ഒരു എക്സ്ട്രാ വാദമാണ്. സലഫികൾക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ഹദീസിനെ അംഗീകരിക്കുന്നവർക്ക് തന്നെയും ഈ ചലഞ്ച് ഏറ്റെടുക്കാവുന്നതാണ്. അപ്പൊ ഇനി ഫൈസൽ മൗലവി ഇപ്പൊ എന്തൊക്കെ പോയി? പിന്നെ കഅബ പോയി, അതേപോലെ തന്നെ ഹജറുൽ അസ്വദ് പോയി, കഅബ പോയി, ഖുർആൻ പോയി. ഇതൊന്നും ഹദീസ് ഇല്ലാതെ കിട്ടൂല, ഇതൊന്നും ഖുർആനിന് കിട്ടൂല എന്നാണ് പറയുന്നത്. സംസം വെള്ളം കിട്ടൂല. ഇനിയോ അങ്ങനെ പോയി 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 എന്തൊക്കെ പോവും? ഹദീസ് ഞങ്ങൾ സ്വീകരിക്കൂല, ഹദീസ് പിന്നെ ഖുർആനിൽ ഇല്ലാത്തൊന്നും ഞങ്ങൾ എടുക്കൂല എന്ന് പറഞ്ഞാൽ ഇസ്ലാം ദീനിൽ നിന്ന് എന്തൊക്കെ ഇല്ലാണ്ടായി പോകും? അതൊക്കെ കേട്ടോളി. നിസ്കാരം നിസ്കരിക്കുന്ന ആളുകൾ താങ്കൾ നിസ്കരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു റക്കഴത്ത് പോലും ഖുർആൻ കൊണ്ട് നിസ്കരിക്കാൻ കഴിയില്ല. ഖുർആൻ മാത്രം വെച്ചിട്ട് ഒറ്റ റക്കഴത്ത് നിങ്ങളിപ്പോൾ നിസ്കരിച്ച് കാണിച്ചെന്നാൽ നിങ്ങൾക്ക് നമ്മൾ അവാർഡ് തരും. ഒരു റക്കഴത്ത് ഖുർആൻ മാത്രം വിട്ട് ഹദീസ് ഒന്നും എടുക്കാതെ 3 വക്തോ 5 വക്തൊക്കെ പോട്ടെ, ഒറ്റ റക്കഴത്ത് നിസ്കരിച്ചാൽ ഖുർആൻ കൂടി കഴിയില്ല. അപ്പൊ നോക്കൂ, ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക കർമ്മങ്ങളുടെ നെടുന്തൂണായിട്ടുള്ള നിസ്കാരം, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രകടമായ ആരാധന, ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നിസ്കാരം, ഒരു റക്അത്ത് നിസ്കാരം പോലും ഖുർആൻ മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയില്ല എന്നാ പറയുന്നത്. ആരാ പറയണത്? ഫൈസൽ മൗലവിയാണ് പറയണത്. കാരണം എന്താ? അതിലില്ല, ഖുർആനിലില്ല. ഇനി അതൊക്കെ പോട്ടെ, അടുത്തത് സക്കാത്ത്. അതേപോലെ നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇതൊന്നും ഖുർആൻ മാത്രം അടിസ്ഥാനമാക്കി എങ്ങനെ സക്കാത്ത് കൊടുക്കുക? സക്കാത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കാൻ അർത്ഥമുള്ളൂ. എൻ്റെ ഡ്രസ്സ് ഞാൻ അലക്കിയാൽ അതിന് അറബി ഭാഷയിൽ സക്കാത്ത് എന്ന് പറയാം. ഡ്രസ്സ് കൊണ്ടുപോയി വാഷ് ചെയ്താൽ അതിന് സക്കാത്ത് എന്ന് പറയാം. സംസ്കരിക്കുക, ശുദ്ധീകരിക്കുക എന്നർത്ഥം. അല്ലാതെ സമ്പത്തിന് 2% കൊടുക്കണം എവിടുന്നേ കിട്ടിയത്? ഹദീസിനെ കിട്ടുള്ളൂ. ഇപ്പൊ എന്തൊക്കെ പോയി? നിസ്കാരമില്ല, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇതൊന്നും ഖുർആനിൽ നിങ്ങൾക്ക് നേരാൻ വണ്ണം കിട്ടൂല. ഞാൻ പറഞ്ഞല്ലേ, ഫൈസൽ മൗലവി പറഞ്ഞതാണ്. ഞാൻ വിശ്വാസികളോട് ഞാൻ ചോദിക്കുകയാണ്, ഇസ്ലാം കാര്യങ്ങൾ 5ആണല്ലോ. ഇസ്ലാം കാര്യങ്ങൾ 5ആണ്. കർമ്മപരമായ കാര്യങ്ങൾ 5ആണ്. എന്തൊക്കെയാണ്? അതിൽ രണ്ടാമത്തതാണ് കേട്ടോ നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്. ഇത് ഒന്നാമത്തെ മാത്രമേ നമ്മൾ വിട്ടിട്ടുള്ളൂ. ഇപ്പോൾ 2 മുതൽ 5 വരെ ഉള്ളതൊന്നും ഖുർആൻ കൊണ്ട് കിട്ടൂല എന്ന് ആര് പറയുന്നു? ഫൈസൽ മൗലവി പറയുന്നു. നിങ്ങൾ നോക്കൂ, അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവം ഒരു മതം പൂർത്തീകരിക്കാൻ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥത്തിൽ ആ മതത്തിന്റെ കർമ്മശാസ്ത്രപരമായ അല്ലെങ്കിൽ അതിൻ്റെ ആരാധനാപരമായ ആചാരപരമായ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളിൽ 4ഉം ഖുർആൻ കൊണ്ട് കിട്ടൂല എന്ന് ഇപ്പൊ പറഞ്ഞു കേട്ടോ. ഇനി ആകെ ഒരെണ്ണ ബാക്കിയുള്ളത്. അതെന്താണ്? ഷഹാദത്ത് കലിമ. ഒരാൾ മുസ്ലിം ആകാൻ തീരുമാനിച്ചാൽ ഷഹാദത്ത് ഇല്ല എന്നാണ്. അപ്പൊ ഒരാൾ മുസ്ലിം ആകാൻ വേണ്ടി പറയുന്ന സത്യവാചകം അത് ഖുർആനിലുണ്ടോ? അതും കൂടി ഇല്ലെങ്കിൽ ഇസ്ലാം കാര്യങ്ങളിൽ 5ഉം ഖുർആൻ കൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണാർത്ഥത്തിൽ കിട്ടൂല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇസ്ലാംക്ക് ഖുർആനിൽ പിന്നെ എന്ത് കുന്തമാണ് ഉള്ളത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് കർമ്മപരമായ ബാധ്യതകൾ ഒരു വിശ്വാസിയുടെ കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ 5ആണ്. വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ 6ഉം കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ 5ഉമാണ്. ഈ 5 എണ്ണത്തിന് ഷഹാദത്ത് കലിമ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഈ 5 എണ്ണത്തിൽ 4ഉം ഇല്ല എന്ന് ഇപ്പൊ ഇവിടെ ഫൈസൽ മൗലവി പറഞ്ഞു. ഇനി ഷഹാദത്ത് കലിമ ഉണ്ടോ? ഒരാൾ വിശ്വാസിയാവണം എന്ന് തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ വിശ്വാസിയാവുന്നതിൻ്റെ ആദ്യ പടിയായിട്ടുള്ള എങ്ങനെയാണ് ഒരാൾ വിശ്വാസിയാവുക എന്നതുമായി ബന്ധപ്പെട്ടതാണല്ലോ ഷഹാദത്ത് കലിമ. സത്യവാചകം, കളസത്യാണ് പോട്ടെ, ഈ സത്യസാക്ഷ്യം എന്ന് പറയപ്പെടുന്ന ഇസ്ലാമിലേക്ക് പ്രവേശിക്കാനുള്ള കവാടം ആയിട്ടുള്ള ഷഹാദത്ത് കലിമ, അത് പൂർണ്ണാർത്ഥത്തിൽ ഖുർആനിൽ നിന്ന് കിട്ടുമോ ഇല്ലയോ? ഫൈസൽ മൗലവി തന്നെ പറയട്ടെ. ഇനി ഒരാൾ മരിച്ച ആൾ, ആ ഡെഡ് ബോഡി എന്ത് ചെയ്യണം? ഖുർആന്റെ സ്ഥാനത്തിൽ ഒന്നും കിട്ടൂല. മരിച്ച ആളെ കുളിപ്പിക്കണോ, കഫൻ ചെയ്യണോ, നിസ്കരിക്കണോ, മറമാടണോ, ഒന്നുമില്ല. ഖുർആനിൽ പറഞ്ഞെന്താണ്? അള്ളാഹ് അവനെ മരിപ്പിച്ചു, അള്ളാഹ് അവനെ കബറടക്കീന. അപ്പൊ മരിച്ച അവിടെ പോയാൽ മതി. അത് പഠിച്ചോ മരിപ്പിച്ചതല്ലേ, പഠിച്ചോ കബറടക്കിക്കോട്ടെ എന്ന് പറഞ്ഞാലോ ഖുർആൻ പ്രകാരം ശരിയാണ് എന്നൊരാൾക്ക് വാദിക്കാം. മരിച്ച ആളെ എന്ത് ചെയ്യണം? ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. അതാ കിടക്കണു. അപ്പൊ കർമ്മശാസ്ത്രത്തിലെ പിന്നെ എന്താ പറയാ, ആരാധനാ കാര്യങ്ങളില് 4 ഖുർആനിലില്ല. ഒരാൾ മരിച്ചാൽ എങ്ങനെ മറവ് ചെയ്യേണ്ടത് ഖുർആനിലില്ല. ഇനിയുള്ളത് എന്താ?
ഞാൻ നേരത്തെ പറഞ്ഞ ഷഹാദത്ത് കലിമ അത് ഖുർആനിലുണ്ടോ? അത് നോക്കുക. വിവാഹരംഗത്തെ മര്യാദകൾ ഖുർആൻ അത്ര വിശദമായി പറഞ്ഞിട്ടില്ല. അതേപോലെ മറ്റൊരുപാട് മേഖലകൾ, ധാരാളം വിഷയങ്ങൾ ഖുർആൻ അങ്ങനെ വിശദമായി പല ഭാഗത്തും പഠിപ്പിച്ചിട്ടില്ല. അത് ചില വിഷയങ്ങൾ വിശദമായി പഠിപ്പിച്ചിട്ടുമുണ്ട്. അതേ സമയത്ത് ഖുർആൻ വിശദമായി പഠിപ്പിച്ച ചില കാര്യങ്ങൾ നിങ്ങൾ 4:34 എടുത്ത് നോക്കൂ, 4:24 എടുത്ത് നോക്കൂ. ഇഷ്ടം പോലെ കാര്യങ്ങൾ ഖുർആൻ വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബിക്ക് അനുവദിച്ചു കൊടുക്കപ്പെട്ട സ്ത്രീകളുടെ ലിസ്റ്റുകൾ എടുത്ത് നോക്കൂ, വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. എന്തിനാ വിശദമായി ഖുർആൻ പറഞ്ഞ 4:34? നബിയോട് പറയാണ്, നബിയെ നിങ്ങൾ വിവാഹ മൂല്യം കൊടുത്ത് നിങ്ങളുടെ ഭാര്യമാരെ നാം അനുവദിച്ചിരിക്കുന്നു, നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകളെയും അനുവദിച്ചു വന്നിരിക്കുന്നു, നിങ്ങളോടൊപ്പം സ്വദേശം വിട്ട് ഹിജറ പോന്ന നിങ്ങളുടെ അമ്മാവന്റെ മക്കള്, അമ്മായിന്റെ മക്കള്, എളാപ്പാന്റെ മക്കള്, എളാമാന്റെ മക്കള് എന്നിവരെയും, അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്ത്രീ, സത്യവിശ്വാസിയായിട്ടുള്ള ഒരു സ്ത്രീ ശരീരം നിങ്ങൾക്ക് ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അവരെ നിങ്ങൾ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരെയും അനുവദിച്ചു തന്നിരിക്കുന്നു. ഇത് സത്യവിശ്വാസികൾക്ക് ബാധകമല്ലാത്ത മുഹമ്മദ് നബിക്ക് പ്രത്യേകമായിട്ടുള്ള അനുവാദങ്ങളാണ്. സത്യവിശ്വാസികളുടെ കാര്യത്തിൽ ഓൽക്ക് നിയമമാക്കപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ്. മുഹമ്മദ് നബിക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി അവതരിപ്പിക്കപ്പെട്ട അഹ്സാബിലെ 33:50 ഒരു സംശയം വിശദമായി പറഞ്ഞിട്ടുണ്ട്. 4:24 ഔത്താസ് യുദ്ധത്തിന് പോയിട്ട് ബന്ദികളാക്കി പിടിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഭർത്തൃമതികളായിട്ടുള്ള സ്ത്രീകളുണ്ട്. അപ്പൊ അവരെ ശാരീരികമായിട്ട് ഉപയോഗിക്കാൻ വൈക്ലഭ്യം തോന്നിയ സഹാബിമാര് മുഹമ്മദ് നബിനോട് പോയിട്ട്, ഓൽക്ക് മാപ്പിളാരൊക്കെ ജീവനോടുണ്ടോ, അല്ല ഭർത്താക്കന്മാരുണ്ട്, അപ്പൊ നമ്മൾ എങ്ങനെയപ്പോ എന്ന് ചോദിച്ചപ്പം അതിനെ ആയത്തിറക്കി കൊടുത്തു, അൽ മുഹ്സനാത്തു മിനൻ നിസാഇ ഇല്ലാ മാ മലക്കത് അയ്മാനുക്കും. നിങ്ങളിൽ മറ്റുള്ള ആളുകൾ വിവാഹബന്ധത്തിലുള്ള സ്ത്രീകൾ നിങ്ങൾക്ക് അനുവദനീയമല്ല, പക്ഷേ നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തി നിങ്ങൾക്ക് അടിമയായി കിട്ടിയ, നിങ്ങൾ യുദ്ധത്തിൽ പോയി പിടിച്ചെടുത്തോണ്ട് വന്ന സ്ത്രീകളാണെങ്കിൽ അത് കുഴപ്പമില്ല, അവർക്ക് ഭർത്താക്കന്മാരുണ്ടെങ്കിൽ കുഴപ്പമില്ല. മുഹമ്മദ് നബി സൈനബിനെ കല്യാണം കഴിച്ചു എന്ന് പറയപ്പെടുന്ന അന്ന് രാത്രി വിരുന്ന് കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ ചുറ്റും കൂടി നിന്നപ്പോൾ മുഹമ്മദ് നബിക്ക് മണിയറയ്ക്ക് പോകാൻ ഇത് തടസ്സമായപ്പം അള്ളാഹ് ആയത്തിറക്കി കൊടുത്തു, നിങ്ങളെ എന്തെങ്കിലും പരിപാടി കല്യാണത്തിന് സദ്യക്ക് വിളിച്ചാൽ വരിക, ഞണ്ണ പോകുക, അവിടെ ഇങ്ങനെ വട്ടം കറങ്ങി നിൽക്കരുത്, ഇത് നിങ്ങളോട് പറയാൻ നബിക്ക് ലജ്ജയുണ്ട്, എനിക്ക് ലജ്ജയില്ല എന്ന് ഖുർആനിലുണ്ട്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടങ്ങളാണ്, നിങ്ങൾ ഇച്ഛിക്കും പോലെ നിങ്ങൾ കയറിക്കോളി, മീൻസ് പ്രവേശിച്ചോളി എന്ന് അള്ളാഹ് ആയത്തിറക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പുരുഷന് അവന്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് നബിക്ക് ഒരു ആവശ്യം വരുമ്പോൾ, മുഹമ്മദ് നബിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ, സഹാബികൾക്ക് സംശയം ഉണ്ടാകുമ്പോൾ അസല് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടാകുന്ന സ്ത്രീകളെ, അടിമ സ്ത്രീകളെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ സംശയം ചോദിക്കുമ്പോൾ, പൊസിഷൻസിൽ സംശയം വരുമ്പോൾ പോലും, സെക്ഷുവൽ പൊസിഷൻസിൽ സംശയം വരുമ്പോൾ പോലും, അതുമായിട്ട് തർക്കം വരുമ്പോൾ പോലും അള്ളാഹ് അപ്പ വിശദമായിട്ട് ആയത്തിറക്കി കൊടുക്കണം. ആ ഖുർആനിനെ കുറിച്ച് ഫൈസൽ മൗലവി പറയാണ്, വിശ്വാസികളുടെ കർമ്മകാര്യങ്ങളായിട്ടുള്ള 5 കാര്യങ്ങളിൽ 2ാമത്തെ കാര്യം മുതൽ 5ാമത്തെ കാര്യം വരെ, പിന്നെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഈ ഒന്നും നിങ്ങൾക്ക് ഖുർആൻ കൊണ്ട് കിട്ടൂല. ഖുർആനിൽ ഇതൊന്നും വിശദമായിട്ട് പറഞ്ഞിട്ടില്ല. വിവാഹ കാര്യങ്ങൾ പോലും പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടില്ല. ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ വിശദമായി പറഞ്ഞിട്ട്, ആർക്കെങ്കിലും ഒരു സംശയം തോന്നിയാൽ, ആർക്കെങ്കിലും ഡൗട്ട് വന്നാൽ അപ്പം അള്ളാഹ് ആയത്തിറക്കി കൊടുക്കുക. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇനി ആകെ ബാക്കിയുള്ളത് ഷഹാദത്ത് കലിമയാണ്. അപ്പൊ ഞാൻ ഖുർആനിൽ ഒരു കുന്തവും ഇല്ല എന്ന് ഫൈസൽ മൗലവി പറഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം പെടണ്ട. ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു കുന്തവും ഖുർആനിലില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. ഇസ്ലാമിലുള്ളതൊക്കെ മുഹമ്മദ് നബിക്കും സഹാബികൾക്കും വേണ്ട കുന്ത്രാണ്ടങ്ങളായിരുന്നു. ഇന്നത്തെ കാലത്തെ വിശ്വാസികൾക്ക് വിശ്വസിക്കാൻ വേണ്ട ഒരു കുന്തവും, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഇസ്ലാം കാര്യങ്ങളുടെ ഏതെങ്കിലും ഒരു കുന്തത്തിന്റെ ഒരു അംശമെങ്കിലും ഖുർആനിലില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ഫൈസൽ മൗലവി ഷഹാദത്ത് കലിമ ഉണ്ടോ എന്നതിനെ കുറിച്ച് പറയുന്നത് കേട്ടോളൂ. ഖുർആൻ മാത്രം എടുക്കുന്ന ഒരാൾക്ക് ഷഹാദത്ത് കലിമ പോലും ഇല്ല. ഷഹാദത്ത് കലിമ ചൊല്ലണം. ഒരാൾ ഇസ്ലാമിലേക്ക് ഒരാൾ നമ്മൾ പറയും എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം, എന്താ നമ്മൾ പറഞ്ഞു കൊടുക്കുക? നീ ഷഹാദത്ത് ഉച്ചരിക്കണം പറയാൻ പറ്റുമോ? ഖുർആന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയല്ലോ. ഖുർആൻ ഷഹാദത്ത് കലിമ ഉണ്ടോ? ഷഹാദത്ത് കലിമ ഖുർആനിലുണ്ടോ? ഇല്ല. പിന്നെ എന്ത് കുന്ത ഖുർആനിലുള്ള? നിങ്ങൾ വിശ്വാസികൾ ഉസ്താദ്മാരോട് ചോദിക്കണം. ഷഹാദത്ത് കലിമല്ല, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, പിന്നെ എന്തായിരുന്നു, നിസ്കാരം, ഒന്നുമില്ല. ഇസ്ലാം കാര്യങ്ങളിൽ 5ഉം ഖുർആനും നിങ്ങൾക്ക് കിട്ടൂല എന്നാണ് ഈ പറഞ്ഞതേ. പകരം ഖുർആനിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ സാധനങ്ങളാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഖുർആനിൽ ഒരു കുന്തവുമില്ല. ഖുർആനിലുള്ള കുന്ത്രാണ്ടങ്ങൾ ഓരോരോ ആ കാലഘട്ടത്തിൽ മുഹമ്മദ് നബിക്കും കൂട്ടുകാർക്കും ഉണ്ടായിരുന്ന കുന്തളിപ്പിന് വേണ്ട കുന്ത്രാണ്ടങ്ങൾ മാത്രമേ ഖുർആനിലുള്ളൂ, വിശദമായിട്ടുള്ളൂ. അപ്പോൾ തോന്നുന്ന കുന്തളിപ്പിന് വേണ്ട കുന്ത്രാണ്ടങ്ങൾ മാത്രം. അതല്ലാതെ ഒരു വിശ്വാസിക്ക് നോക്കിയുള്ളൊരു വിശ്വാസം പഠിപ്പിക്കാൻ ഇന്ന ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ ഖുർആന്, ആ ഇസ്ലാം ദീനിലേക്ക് ഒരാൾ പ്രവേശിക്കുമ്പോൾ എങ്ങനെ പ്രവേശിക്കേണ്ടത് എന്ന് പോലും പറഞ്ഞിട്ടില്ല. ഷഹാദത്ത് കലിമ പോലും പൂർണ്ണ രൂപത്തിൽ ഖുർആനിലില്ല. ഇസ്ലാമിന്റെ അടിസ്ഥാനം, ഒരു മുസ്ലിമിന്റെ ആരാധനാ കർമ്മങ്ങളുടെ അടിസ്ഥാനം, ഒരാളുടെ ഈമാനിന്റെ അളവുകോലിൽ പ്രധാനമായിട്ടുള്ള നിസ്കാരം എങ്ങനെ നിസ്കരിക്കേണ്ടത്, ഒരു റകഅത്ത് പൂർണ്ണമായിട്ട് നിസ്കരിക്കാൻ ഖുർആൻ മാത്രം ഉപയോഗിച്ച് കഴിയൂല. നോമ്പ് എങ്ങനെ നോൽക്കണം, ഖുർആനിലില്ല. സക്കാത്ത് എങ്ങനെയാണ്, ഖുർആനിലില്ല. ഹജ്ജ് ഖുർആനിലില്ല.
ഖുർആനിൽ എന്താ ഉള്ളത് എന്നറിയാൻ വേണ്ടി താല്പര്യമുള്ളവർക്ക് നിങ്ങൾ 33:50 പോയി എടുത്തു നോക്കിക്കോളി. 33:50 ഖുർആനിൽ വിശദമായി പറഞ്ഞത് എന്താണ്, എന്തിനാണ് അപ്പൊ ആയത്തിറക്കിയത്? നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഖുർആനിൽ ഉണ്ടോ ഇല്ലേ, ഹദീസ് സ്വീകരിക്കണോ വേണ്ടേ എന്ന കാര്യത്തിൽ പിന്നീട് വരുന്ന മുസ്ലിം സമൂഹം കാലങ്ങളായിട്ട് തല്ലുകൂടുകയും വക്കാണേൽക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിയിൽ ഏർപ്പെടുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രശ്നത്തിനെ കുറിച്ചും അള്ളാഹ്ക്ക് വേവലാതി ഉണ്ടായിരുന്നില്ല. അള്ളാഹ്ക്ക് പ്രധാനപ്പെട്ട വേവലാതി കല്യാണ രാത്രി കൂട്ടം കൂടിയിട്ട് അവിടെ ആൾക്കാർ സംസാരിച്ച് മുഹമ്മദ് നബിന്റെ വീടിന് ചുറ്റും സംസാരിച്ചിരിക്കുന്നതും മുഹമ്മദ് നബിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി മുഹമ്മദ് നബിക്ക് അനുവദിക്കപ്പെട്ട സ്ത്രീകളുടെ ലിസ്റ്റ് പറയുന്നത്. ഇതാണ് ഇസ്ലാം, ഇതാണ് ഖുർആൻ. ഈ ഖുർആൻ വെച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത് ലോകാവസാനം വരെയുള്ള സകല മനുഷ്യർക്കും സകല കാര്യങ്ങളിലുമുള്ള ഉത്തമമായ മാർഗദർശകമായ ഖുർആൻ എന്ന്. ഫൈസൽ മൗലവി പറഞ്ഞു ഇസ്ലാം കാര്യങ്ങൾ പോലും മര്യാദക്കില്ലാത്ത ഒരു കുന്തവും വിശദീകരിച്ചിട്ടില്ലാത്ത ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. ഞാനും പറഞ്ഞു ഫൈസൽ മൗലവി പറഞ്ഞാണ് ശരി, ഖുർആനിൽ ഒരു കുന്തവുമില്ല. അപ്പൊ അയാളുടെ നീ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ നീ എന്തു ചെയ്യണമെന്ന് എങ്ങനെ പറഞ്ഞു ഖുർആൻ പ്രകാരം? അപ്പൊ നബി ഞങ്ങൾ എന്താ ചെയ്തത്, നബി എങ്ങനെ പഠിപ്പിച്ചു കൊടുത്തത് എന്ന് നോക്കണം. ഹദീസിലുണ്ട്, അതാണ് മാർഗം. അപ്പൊ അവിടെ മുതൽ ഇസ്ലാമിലേക്ക് കയറി വരുന്ന അവിടെ മുതൽ ദുനിയാവിൽ നിന്ന് മരിച്ചു പിരിയുന്ന ആ മേഖല വരെയുള്ള ഒന്നും ഖുർആൻ മാത്രം എടുക്കുന്ന ഒരാൾക്ക് അതിലൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോഴാണ് അവസാനം പിന്നെ പോയിട്ട് സർവ്വമത സത്യവാദം പറഞ്ഞ് ഇതൊന്നും അത്ര കാര്യമൊന്നുമില്ല, ഖുർആനും ദൈവികമല്ല എന്ന് വരെ പറയുന്ന അപകടത്തിലേക്ക് നമ്മൾ എത്തുക എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് സ്നേഹബുദ്ധിയ ഉണർത്താനുള്ളത്. അതുകൊണ്ട് മുൻ ധാരണകൾ മാറ്റിവെച്ച് ആത്മാർത്ഥമായി ഒന്ന് പഠിക്കാൻ തയ്യാറാകണമെന്നാണ് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലക്ക് ആവശ്യപ്പെടാനുള്ളത്. എന്ന് പറഞ്ഞാൽ ഷഹാദത്ത് കലിമ മുതൽ മരിച്ചാലും മറമാടേണ്ടത് എങ്ങനെയെന്ന് വരെയുള്ള ഒരു കാര്യവും. അപ്പൊ ഖുർആൻ മാത്രമാണ് പ്രമാണം എന്ന് വിചാരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇസ്ലാം ദീന് വല്ലാത്തൊരു പൊല്ലാപ്പായിരിക്കും. അപ്പൊ ഇസ്ലാമിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾ ഹദീസ് എന്ന് പറയുന്ന ഈ ഭാണ്ഡക്കെട്ട് കൂടി ചുമക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അതിൽ എല്ലാ വൃത്തികെട്ട കഥകളും ഉണ്ടാവും. അതുകൊണ്ടാണ് മുഹമ്മദ് നബി കള്ളു കുടിച്ചിട്ടുണ്ട്, നബീദ് കുടിച്ചിരുന്നു എന്ന് പറയുന്ന ഹദീസ് തള്ളാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് അക്ബർ സാഹിബ് പറഞ്ഞത് ലക്ഷദ്വീപ് പോയപ്പോൾ ഞാനും കുടിച്ചിരിക്കണേന്ന്. എന്ന് മാത്രമല്ല ഹദീസിൽ ഒരു കാര്യമുണ്ട് എന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ടോ എങ്കിൽ അതിലൊരു കുഴപ്പമില്ല എന്ന് വിശ്വസിക്കലാണ് ഈമാൻ വർദ്ധിപ്പിക്കാൻ ഈ കാലഘട്ടത്തിൽ അനുയോജ്യം. അതൊക്കെ എങ്ങനെ ശരിയാവുക എന്ന് നമുക്കൊരു വൈക്ലഭ്യം തോന്നാൻ പാടില്ല. അത്തരം വൈക്ലഭ്യങ്ങൾ ഇല്ലാതിരിക്കുകയും മുഹമ്മദ് നബി ചെയ്തോ എന്നാ അത് ശരി തന്നെ, മുഹമ്മദ് നബി പറഞ്ഞോ എന്നാ അതിലൊരു കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുക എന്നത് മാത്രമാണ് ഈമാൻ നിലനിർത്താനുള്ള വഴി. അതുവഴിയുള്ള അപകർഷതാബോധം ഒക്കെ ഒഴിവാക്കുക. അതുകൊണ്ടാണ് അടിമ സ്ത്രീയെ ഭർത്തൃമതിയായിട്ടുള്ള അടിമ സ്ത്രീയെ ഭോഗിക്കാം, അവരെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാൻ അനുവാദം കൊടുത്തല്ലോ എന്ന് പറയുമ്പോൾ അതിനെന്താ കുഴപ്പം എന്ന് തലിക്കിട്ടുകാർ ചോദിക്കുന്നു. അപ്പൊ മുഹമ്മദ് നബി ചെയ്തോ, ഹദീസിലുണ്ടോ, മുഹമ്മദ് നബി പറഞ്ഞോ, ഒരു കുഴപ്പമില്ല, എന്താണെങ്കിലും അത് നിങ്ങൾക്ക് എങ്ങനെ തോന്നിയാലും കുഴപ്പമില്ല. ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. ഇനി ഈ ചോദ്യകർത്താവ് ഇവിടെ അവസാനിപ്പിക്കുന്നില്ല, ഇദ്ദേഹം ഉപചോദ്യം ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഗംഗാജലവും സംസവും തമ്മിലുള്ള താരതമ്യം ഉൾപ്പെടെ വിഗ്രഹാരാധന, തവാഫ്, ഇത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ഇസ്ലാമിലെ വിഗ്രഹാരാധനയും അതല്ലെങ്കിൽ ഗംഗാജലവും സംസം വെള്ളവും തമ്മിലുള്ള ഒരു താരതമ്യം എന്ന നിലക്ക് ഇസ്ലാമിലുള്ളത് അന്ധവിശ്വാസമല്ലാതാവുകയും തൗഹീദാവുകയും ഹിന്ദു മതത്തിലുള്ളത് ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവരുടെ വിശ്വാസങ്ങൾ ശിർക്കാവുകയും ചെയ്യുന്നതിന്റെ മാനദണ്ഡം കൂടിയും ഫൈസൽ മൗലവി വിശദീകരിക്കുന്നുണ്ട്. അത് ഇതിനേക്കാളും വലിയ കോമഡിയാണ്. അത് നമുക്ക് നാളെ സംസാരിക്കും. അതുകൊണ്ട് വിശ്വാസികൾ മനസ്സിലാക്കേണ്ട കാര്യം ഖുർആൻ എന്തോ മഹാസംഭവമാണ് എന്ന് ആലോചിച്ചിരിക്കേണ്ട. ഖുർആനിൽ ഒരു കുന്ത്രാണ്ടവും ഇല്ല എന്ന് മാത്രമാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്.